ഹായ് ഫ്രണ്ട്സ്, കeshiljoy യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഡ്രമ്മിലോ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലൊരു ബോർഡും വെച്ചിട്ടുണ്ടാവും, കൈ വിടാതിരിക്കാൻ കൈ കഴുകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഡ്രമ്മിൽ വെച്ചേക്കണ വെള്ളത്തിനെ ഒന്ന് ഓട്ടോമാറ്റിക് ആക്കിയാലോ, അതായത് നമ്മൾ കൈ കാണിക്കുമ്പോൾ മാത്രം വെള്ളം വരുന്ന രീതിയിലാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യണം നോക്കിയാലോ. രണ്ട് സാധനങ്ങളാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന് പ്രോക്സിമേറ്റ് സെൻസറും രണ്ടാമത് സബ്മെർസിബിൾ പമ്പുമാണ്. പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 12 വോൾട്ട് പമ്പ് വെച്ചാണ് ഇത് ചെയ്യണത്. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ ഇത്രയും വലിയ ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 വോൾട്ടിൻ്റെ 6 വോൾട്ടിൻ്റെ ഒക്കെ പമ്പ് വാങ്ങിക്കണമായിരിക്കും നല്ലത്. പിന്നെ ഇത് റിലേ വെച്ചിട്ടാണ് ചെയ്യണത്. പ്രോക്സിമേറ്റ് സെൻസർ എപ്പോഴും ഓണായിട്ടായിരിക്കും കിടക്കണത്. നമുക്ക് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഇതാണ് പ്രോക്സിമേറ്റ് സെൻസർ. ഇതിന് 3 ലെഗുകളാണുള്ളത്: VCC, ഗ്രൗണ്ട്, ഔട്ട്. ഇതിൻ്റെ വില വന്നത് ഏകദേശം ഒരു 70-80 റേഞ്ചിൽ കിട്ടും. ഇത് 12 വോൾട്ട് സബ്മെർസിബിൾ പമ്പാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് 7805 നമ്പറിലുള്ള 5 വോൾട്ട് റെഗുലേറ്റിംഗ് IC ആണ്. ഈ കാണുന്നത് BC 557 ട്രാൻസിസ്റ്ററാണ്. ആദ്യത്തെ പിന്നെ കളക്ടറും, രണ്ടാമത്തെ പിന്നെ ബേസും, മൂന്നാമത്തെ പിന്നെ എമിറ്ററുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതൊരു 12 വോൾട്ട് റിലേ ആണ്. റിലേക്ക് ആകെ 5 പിന്നുകളാണ് ഉള്ളത്. 2 രീതിയിലുള്ള കണക്ഷനും. ഒരു കണക്ഷൻ ഓപ്പണും മറ്റേത് ക്ലോസ്ഡുമാണ്. അതായത് റിലേയിലേക്ക് വോൾട്ടേജ് വരുമ്പോൾ ഒരു സ്വിച്ച് പോലെ പ്രവർത്തിക്കും. വോൾട്ടേജ് പോകുമ്പോൾ മറ്റേ 2 കണക്ഷനുകൾ സ്വിച്ച് പോലെ പ്രവർത്തിക്കും. റിലേയുടെ നോർമലി ക്ലോസ്ഡ് എന്ന ഓഫ് കോണ്ടാക്റ്റിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കുന്നത്. 1K ക്വാർട്ടർ വാട്ട്സിൻ്റെ റെസിസ്റ്ററാണ്. പിന്നെ ഒരു 1N4000 ഡയോഡ് വേണം. പിന്നെ ഈ പ്രോക്സിമേറ്റ് സെൻസറിൻ്റെ ആദ്യത്തെ ലെഗ് ഇതുപോലെയാണ് വളച്ചു വെക്കുക. നമുക്ക് 5 വോൾട്ട് റെഗുലേറ്റിംഗ് ഐസ് എടുത്ത് അതിൻ്റെ ഒന്നാമത്തെ പിന്നും ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് വളച്ചു വെക്കുക. അപ്പോൾ 2 ലെഗുകൾ ഇതുപോലെ വളച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് 5 വോൾട്ട് റെഗുലേറ്റിംഗ് ഐസ് ഔട്ട് പ്രോക്സിമേറ്റ് സെൻറ്റർ ഔട്ടിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നടുക്കത്തെ ലെഗ് നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് 2 കണക്ഷനുകളായ കൊടുക്കാനായിട്ട് ഇതിനകത്തുള്ളത്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് റിലേയുടെ ഒരു കണക്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ റിലേയുടെ കോയിലിന് പാരലായിട്ട്, അതായത് ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ 1N4000 ഡയോഡ് എടുത്തിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ ഡയോഡ് സോൾഡർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ സർക്യൂട്ടിൽ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ആ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ റിലേയിലേക്ക് ഒരു ചെറിയൊരു വോൾട്ടേജ് വരും. ആ വോൾട്ടേജ് ട്രാൻസിസ്റ്ററിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് 1N4000 ഡയോഡ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നീണ്ടു നിൽക്കുന്ന കാലുകളൊക്കെ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ എടുത്തിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗായ, അതായത് കളക്ടർ പിന്നി ഡയോഡിൽ റിലേയിൽ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തേക്ക് ഇതുപോലെ അങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി കണക്ഷൻ കൊടുക്കാനുള്ളത് ഒരു 1 വാട്ടിൻ്റെ ക്വാർട്ടർ വാട്ടിൻ്റെ 1K ഓംസിൻ്റെ റെസിസ്റ്ററാണ്. അത് ഇതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കും. ഇനി പ്രോക്സിമേറ്റ് സെൻസർ എടുത്തിട്ട് ആ വളച്ചു വച്ചിരിക്കുന്ന 5 വോൾട്ട് റെഗുലേറ്റിംഗ് ICയുടെ ആദ്യത്തെ ലെഗ് ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്തേക്ക് ഈ വീഡിയോ കാണുന്ന പോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത് ഇതാണ്, റെസിസ്റ്ററാണ്. ആ റെസിസ്റ്റർ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് വളച്ചെടുക്കുക. വളച്ചെടുത്തിട്ട് പ്രോക്സിമേറ്റ് സെൻസറിൻ്റെ ഔട്ട്പുട്ടായ ആ ലെഗിലേക്ക് ഇതുപോലെ അങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ട് ഇതേപോലത്തെ ഒരു പിന്നാണ് ഞാൻ എടുത്തേക്കണത്. അതിൻ്റെ ചുവന്ന വയർ, അതായത് പോസിറ്റീവ് റിലേയുടെ ആ നടുവിലെ ലെഗിലും ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്തേക്കും ഇതുപോലെ അങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാനുണ്ട്. നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാൻ നേരത്ത് ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം വയർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതും പിന്നെ ഒരു വയറും കൂടി വേണം. അതായത് നമുക്ക് പമ്പിലേക്ക് കൊടുക്കാനായിട്ട് ഇതേപോലത്തെ ഒരു വയറും കൂടി എടുക്കാം. അതിൻ്റെ നെഗറ്റീവ് കണക്ഷനും കൂടിയും കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ നെഗറ്റീവിൻ്റെ ലൈൻ കൊടുക്കുന്നത്. അതായത് നെഗറ്റീവിൻ്റെ ലൈൻ കൊടുക്കാൻ നേരത്ത്
3 വയറുകളുണ്ടാവും. ആ 3 വയറും കൂടെ ഒരുമിച്ച് കണക്ഷൻ കൊടുത്തിട്ട്, അതായത് റെഗുലേറ്റിംഗ് ഐസിയുടെ നടുവിലെ ലെഗ്, അതുപോലെ തന്നെ പ്രോക്സിമേറ്റി സെൻസറിൻ്റെ ഗ്രൗണ്ടും, ഇതും കൂടെ എല്ലാവരും കൂടി യോജിപ്പിച്ചിരിക്കുന്ന ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. പിന്നെ വേറൊരു വയർ നമ്മൾ സോൾഡർ ചെയ്ത മറ്റേ കറുത്ത വയർ എടുത്തിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ലെഗിലേക്കും ഇതുപോലെ അങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്കിതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു വയറില്ലേ, ആ വയർ റിലേയുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയുള്ള ആ ഭാഗത്തേക്ക് ലെഗിലേക്ക്, അതായത് നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത് ഒരു ബക്കറ്റാണ് എടുത്തേക്കണത്. ബക്കറ്റിന് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ വയർ കണക്ഷൻ പുറത്തേക്ക് ഇടാനാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വെള്ളം പുറത്തേക്ക് വരാനുള്ള കണക്ഷൻ കൊടുക്കാനായിട്ടും ഇതുപോലെ ഒരു തുളയിട്ട് കൊടുക്കുക. പിന്നെ ഞാനിങ്ങനെ ഒരു സാധാരണ ഒരു പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലിനൊക്കെ വന്ന പൈപ്പാണ്, അതെടുത്തിട്ട് ഞാനിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ഓസും വേണം. ആ ഓസ് നമ്മുടെ അളവിന് എന്തോരമെന്ന് വെച്ചാൽ അളവിനെ നമുക്ക് എടുക്കാം. സബ്മെർസിബിൾ പമ്പ് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വെള്ളം പുറത്തേക്ക് തള്ളുന്ന ആ ഭാഗത്തേക്ക് ആ പൈപ്പിനെ ആട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ സോപ്പ് ലൈനിലേക്കോ എന്തിലേക്കോ ഇടാം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഔട്ട്പുട്ട്, ആ ഓസ് ആ ഹോളിലേക്ക് പുറത്തേക്ക് ഇടാം. അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള വയറിൻ്റെ ലൈനും ഇതുപോലെ നമുക്ക് പുറത്തേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ കടത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കമ്പി പോലത്തേക്ക് വളച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. ഇതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ടൈ ഇട്ടാണ് ഫിറ്റ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്ത് ഇത് വർക്ക് ചെയ്യൂല. വർക്ക് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തണലുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോക്സിമേറ്റ് സെൻസർ ഇതേപോലെയുള്ളൊരു ചെറിയൊരു കറുത്ത ഓസിൻ്റെ ഉള്ളിലാക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെയിൽ തട്ടാണ്ട് കുറയും. വെയിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോക്സിമേറ്റ് സെൻസറിൻ്റെ പ്രവർത്തനക്ഷമത കുറയും. അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് കെട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാനായിട്ട് ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് കൊടുത്തേക്കണത്. നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 12 വോൾട്ടിൻ്റെ SMPS അഡാപ്റ്ററോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഈ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ചെറിയൊരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോക്സിമേറ്റ് സെൻസറിൻ്റെ പോസിറ്റീവ്. ഇതാണ് 5 വോൾട്ട് ICയുടെ ഔട്ട്പുട്ട്. ഇത് നെഗറ്റീവ് ലൈൻ. റെഗുലേറ്റിംഗ് ICയുടെ നടുവിലെ ലെഗ്, ഔട്ട് 1K ഓം റെസിസ്റ്റർ വഴി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക്. പിന്നെ റിലേയുടെ 1ാമത്തെ പിന്നും 2ാമത്തെ പിന്നും ഷോർട്ട് ചെയ്യിച്ച് വെച്ചിരിക്കുന്നു. അതുപോലെ പോസിറ്റീവിലേക്ക്. പിന്നെ ഇതാണ് പമ്പിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്. ഈ വീഡിയോയിലുള്ള കമ്പോണൻസ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തം കൂടി 550 രൂപ റേറ്റിലേക്ക് കിട്ടും. പിന്നെ ഫ്ലോ കുറക്കണമെങ്കിൽ ഇതുപോലത്തുള്ള റെഡ്യൂസർ ഉപയോഗിക്കാം. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഫ്ലോ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽജോയ്. ബൈ ബൈ.